ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നിങ്ങളുടെ ഉള്ള ബോധവും പോയോ? നിങ്ങൾ ഞങ്ങളെ കുരങ്ങ് കളിപ്പിക്കുകയാണോ? ഇത് വത്തിക്കാൻ്റെ പ്രതികരണത്തിൽ നിന്നുള്ള 2 വാചകങ്ങളാണ്. നവവൈദികർ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നവവൈദികർ, അവർ ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് ഒപ്പിട്ട് കൊടുത്തിരുന്നു. എന്നിട്ട് പട്ടം കിട്ടി കഴിഞ്ഞിട്ട് അവർ ഏകീകൃത കുർബാന ചൊല്ലിയോ? ഇല്ല. അതിന് പകരം ഈ വിമത വൈദ്യര് കൂട്ടായ്മയിൽ ഞങ്ങൾക്കായിരിക്കണമെന്നും പറഞ്ഞ് അവർ ഏകീകൃത കുർബാന ചൊല്ലാതെ ഒരു തരം ഡീക്കൺ മിനിസ്ട്രി പോലെ എന്ന് പറയാവുന്നൊരു സംഗതി ചെയ്തുകൊണ്ടിരിക്കുന്നു. മെത്രാന്മാർ ആരുടെയും നിയമനമില്ലാതെ സ്വയം നിയമിക്കപ്പെട്ട് ഏതോ പള്ളികളിൽ ഏതോ വികാരിച്ചൻ്റെ കൂടെ ഏതോ പള്ളിയിൽ എന്തോ അങ്ങനെ ചെന്ന് നിൽക്കുന്നു, മെത്രാന്റെ നിയമനമില്ലാതെ. എന്നിട്ട് മെത്രാന്മാർ അവർക്കെതിരെ നടപടി എടുക്കാതെ, ഒരു മെത്രാന്റെ നിയമനമില്ലാതെ തോന്നി പോലെ അച്ഛന്മാരെ കൂടെ നിൽക്കുക, കുർബാന ചൊല്ലാതിരിക്കുക, പട്ടം കിട്ടിയിട്ട് കുർബാന ചൊല്ലാതിരിക്കുക, അവർക്കെതിരെ നടപടി എടുക്കാതെ, ആ നടപടി എടുക്കാത്ത മെത്രാന്മാരെ വേണം ശരിക്കും പറഞ്ഞാൽ, ഞാൻ പറയുന്നില്ല, ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. നവവൈദികരെക്കാളും ഗൗരവമായി പാപം ചെയ്യുന്നത് ആരാണ്? എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തലപ്പത്തിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി പാമ്പ്ളാനി പിതാവും. ഈ നവവൈദികർക്കെതിരെ നടപടി എടുക്കുന്നതിന് പകരം പാമ്പ്ളാനി പിതാവ് വത്തിക്കാനോട് ചോദിക്കുകയാണ്, അവർക്കും ഈ വിമത വൈദികർക്കുള്ളതുപോലെ ആനുകൂല്യങ്ങൾ കൊടുക്കുക. വിമത വൈദികർക്കുള്ള ആനുകൂല്യം കൊടുക്കുക. എന്താണ്? ജനാഭിമുഖ കുർബാന ചൊല്ലാനുള്ള ആനുകൂല്യം കൊടുക്കണം. ഇത് കേട്ടപ്പോൾ വത്തിക്കാനിൽ ഉന്നത അധികാരി ചോദിച്ചത്, നിങ്ങളുള്ള ബോധവും പോയോ എന്നാ. നിങ്ങളുള്ള ബോധവും പോയോ? കുറച്ച് ബോധമേ ഉള്ളൂ, അതും കൂടി പോയോ? വലിയ ബുദ്ധിരാക്ഷസന്മാരാണെന്നൊക്കെ കരുതിയിട്ടുണ്ടാകും അവർ, ഈ ചോദിച്ചവര്. നവവൈദികരെയും വിമത വൈദികരാക്കട്ടെ. വിമത വൈദികർക്കുള്ള ആനുകൂല്യങ്ങൾ തോന്നിയ കുർബാന ചൊല്ലാനും തോന്നിയ പോലെ പണം കെട്ടെടുക്കാനുമുള്ള ആനുകൂല്യം കൊടുക്കട്ടെ. വത്തിക്കാൻ ചോദിച്ചതാണ്, നിങ്ങളുള്ള ബോധം പോയോ? നിങ്ങൾ ഞങ്ങളെ കുരങ്ങ് കളിപ്പിക്കുകയാണോ? പൊട്ടിത്തെറിച്ചിട്ടാണ് വത്തിക്കാനുള്ള ഉന്നതാധികാരി നമ്മുടെ മെത്രാന്മാരോട് ചോദിച്ചത്. തീർന്നില്ല. നിങ്ങൾ ഏത് ലോകത്ത് ജീവിക്കണേ ചോദിച്ചു. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? കഷ്ടമാണ് നമ്മുടെ കാര്യം. സുറിയാനി കത്തോലിക്ക സഭ എന്ന് പറഞ്ഞ സീറോ മലബാർ സഭ, ലോകത്ത് ഒരു സഭയിലും ഇത്രയും ദുർബലരായ മെത്രാന്മാരില്ല. ലോകത്ത് ഒരു സഭയിലും ഇല്ല. നാണം കെട്ട് നടക്കുന്ന മെത്രാന്മാര്. എന്തിനാണ് ഇവർ മെത്രാന്മാരായിട്ട് ഇരിക്കുന്നത്? എത്ര എളുപ്പത്തിൽ പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ? മനസ്സുണ്ടെങ്കിൽ ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുള്ളതാണ്, മനസ്സുണ്ടെങ്കിൽ പണ്ടത്തെക്കാളും വളരെ എളുപ്പമാണിപ്പോൾ എന്ന് ഞാൻ പറയുന്നു. കാരണം ഒരിടവകയിൽ ഒരേ ഒരു വിമതനേ ഉള്ളൂ, അത് വികാരിയച്ഛനാണ്. ഒരിടവകയിൽ ഒരേ ഒരു വിമതനേ ഉള്ളൂ, അത് വികാരിയച്ഛനാണ്. പിന്നെ ഏതാനും ചെങ്കിടികൾ, അത് തിരിച്ചറിയാൻ മെത്രാന്മാർക്ക് കഴിഞ്ഞാൽ, അത് തിരിച്ചറിയാത്തത് അവരുടെ ബോധപൂർവമായ അജ്ഞതയാണ്. കൾപ്പബിൾ ഇഗ്നറൻസ്, കുറ്റകരമായ അജ്ഞത. അതുകൊണ്ടാണ് വത്തിക്കാൻ ചോദിച്ചത്, നിങ്ങളുള്ള ബോധം പോയോ? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇന്നെന്തിനാ ഇത് പറയുന്നത്? പെസഹ വ്യാഴാഴ്ച. ഈ നവവൈദികരെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ മാണിപ്പറമ്പിലച്ചൻ്റെ വീഡിയോ കേൾക്കാൻ പാടില്ലെന്നാണ് വിമത വൈദികർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അൽമായ മുന്നേറ്റക്കാർക്ക് കുറച്ച് പേർക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. കുറച്ച് പേര് ക്യാപ്സ്യൂൾ കൊടുത്തിട്ട് തെറി പറയാൻ നിയമിച്ചിട്ടുണ്ട്. നവവൈദികർ, നിങ്ങൾ പട്ടം കെട്ടിയിട്ട് ഇത്ര നാളല്ലേ ആയുള്ളൂ? ഈ പെസഹ വ്യാഴാഴ്ച കർത്താവ് കുർബാന സ്ഥാപിച്ച അന്ന് നിങ്ങൾക്കൊരു കുർബാന അർപ്പിക്കാൻ തോന്നണില്ലല്ലോ? ഈ വിമത വൈദികരുടെ മാർപ്പാപ്പയ്ക്കെതിരെ പാപം ചെയ്യുന്ന, സഭയ്ക്കെതിരെ പാപം ചെയ്യുന്ന, ശീഷ്മയിലായിരിക്കുന്ന വിമത വൈദ്യരെ കൂട്ടായ്മയിലായിരിക്കണമെന്ന് പറഞ്ഞ് പാപത്തിൽ പങ്കാളികളാകണമെന്നും പറഞ്ഞ് കർത്താവിൻ്റെ കുർബാന അർപ്പിക്കാതെ ഒരുതരം ഡീക്കന്മാരായിട്ട് നടക്കാൻ നിങ്ങൾക്ക് നാണാവില്ലേ? പെസഹ വ്യാഴാഴ്ച പരിശുദ്ധ കർത്താവ് കുർബാന സ്ഥാപിച്ച ആ ഓർമ്മയാചക ദിവസമെങ്കിലും നിങ്ങൾക്ക് സഭയുടെ കുർബാന ചൊല്ലാൻ മോഹമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് വൈദികരായിരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി ചുക്കാൻ പിടിക്കാൻ തലശ്ശേരിക്കാരനും തൃശ്ശൂർക്കാരനും വരുമെന്ന് വിചാരിച്ചിട്ടാണോ? കർത്താവിൻ്റെ ന്യായാസനത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അവരാരും കൂട്ടിനുണ്ടാവില്ല. ആ ന്യായാസനം അന്തിവിധിയിലല്ല, ഇന്നാണ്.
അതിനാൽ ഈ പെസഹ വ്യാഴാഴ്ച തന്നെയാണ് നിങ്ങൾ കുർബാനയുടെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരാധനയിലോ പ്രാർത്ഥനയിലോ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ മനസ്സ് തുറന്ന്, മാണിപ്പമ്പളിച്ചം പറഞ്ഞുകൊണ്ടൊന്നും വേണ്ട, മനസ്സ് തുറന്ന് ആലോചിക്കുക, നിങ്ങൾ എന്തിന് വൈദികരായി? നിങ്ങൾ എന്തിന് വൈദികരായി? നവവൈദികരെ, നിങ്ങൾ എന്തിന് വൈദികരായി? മാർപ്പാപ്പയ്ക്കെതിരെ നിൽക്കാനോ? ശീഷ്മയിലേക്ക് പോകാനോ? ആഭിചാര കുർബാന ചൊല്ലാനോ? കുർബാന ചൊല്ലുന്ന വയോധികരെ തല്ലി ഓടിക്കാനോ? മൂത്തപ്പരുടെ മുമ്പിൽ കുർബാന ചൊല്ലാനോ? ഒരുക്കമില്ലാതെ നിങ്ങൾ എന്തിന് വൈദികരായി? ആലോചിക്കൂ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.